ഇല്ലാ കഥകൾ പറഞ്ഞ് എന്നെ എന്റെ മക്കളെ രണ്ട് പാത്രത്തിലാക്കാനാണ് നിന്റെ ശ്രമമെങ്കിൽ അത് നടക്കില്ല ശ്യാമളെ. നീ ഈ പറയുന്ന കള്ളക്കഥകളൊന്നും വിശ്വസിക്കാൻ പഞ്ചരത്നങ്ങൾക്കാവില്ല. ശ്യാമൾ അപ്പച്ചിക്ക് കള്ളം പറഞ്ഞ് ഞങ്ങളുടെ മുൻപിൽ ആളാവേണ്ട ആവശ്യമില്ല. അപ്പച്ചി പറഞ്ഞതല്ല ഞങ്ങൾക്ക് വിശ്വാസമാ. മോളെ, ഈ കലയമ്മ നിങ്ങളെ ചതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അന്ന് മധുരയിലേക്കുള്ള യാത്രയിൽ അഭിയേട്ടനെ കൊന്ന് അമൃതേച്ചി മഹേന്ദ്രനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ശ്രമിച്ചതല്ലേ നിങ്ങള്? അതെ, നിങ്ങൾ ഒരു ആസ്ഥാന കള്ളിയും തട്ടിപ്പുകാരിയാണെന്ന് അറിഞ്ഞിട്ടും ഞങ്ങൾ ഒന്നും പ്രതികരിക്കാതിരുന്നതേ ഒരിക്കൽ നിങ്ങളെ അമ്മയുടെ സ്ഥാനത്ത് കണ്ടതുകൊണ്ട് മാത്രോ, അമൃതേച്ചി പറഞ്ഞതുകൊണ്ട് മാത്രോ നിങ്ങളെ ഇത്രയും കാലം ഞങ്ങൾ സഹിച്ചത്. എന്തിനാ ഇനി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ഇനി ഇറങ്ങിപ്പോവാൻ പറയണോ? ഇവിടുന്ന് എന്നോട് ഇറങ്ങിപ്പോവാൻ പറയാൻ നീ ആരാ? അതിന് അധികാരം അവകാശമുള്ള ഒരേ ഒരാളേ ഉള്ളൂ, അതെന്റെ അമൃതയാ.